ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഈ കാണുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ഒരു ആരെങ്കിലും ഒക്കെ ഈ ഒരു ബിസിനസ് അവസരമുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ ഒരു ഇൻവിറ്റേഷൻ പ്രകാരമൊക്കെ ആയിരിക്കും ഈ ഒരു വെബിനാറിലേക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ നടത്തുന്നത് എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ പറഞ്ഞ പോലെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നമ്മളൊരു ജോലിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഇതിലിരിക്കുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്കൊരു അവസരം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരു സ്ക്രീനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ. ഈ ഒരു അവസരം എന്താണെന്ന് അറിയാനായിരിക്കും എല്ലാവരും എത്തിയിട്ടുണ്ടാവുക. ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി കേൾക്കാൻ ഇവിടെയുള്ള ഈ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്നെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ഈ ഒരു അവസരത്തെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ പേര് ജസീറ എന്നാണ്, പാലക്കാട് സ്വദേശിയാണ്. കഴിഞ്ഞ 5 കൊല്ലമായി ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലവിൽ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന പൊസിഷനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 5 കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു വെബിനാർ രാവിലെ ഒരു 10:30 നടന്ന ഒരു വെബിനാറിലാണ് എൻ്റെ ജീവിതം ടോട്ടലായിട്ട് മാറി മറിഞ്ഞു എന്ന് പറയാം. നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ, നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെക്കാൾ മുതിർന്ന വ്യക്തികൾ നമുക്കൊരു ഉപദേശം തരും. ഇതാണ് നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അല്ലേ. നമ്മളൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഈ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചിട്ട് നമുക്ക് കുറെ ആളുകൾ വിവരിച്ചു തന്നിട്ടുണ്ടാവും. ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം വരും, നമ്മൾ എത്രത്തോളം സീരിയസ് ആവണം ഒക്കെ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷെ എൻ്റെ ജീവിതത്തിലെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ കല്യാണമോ ഒന്നും ആയിരുന്നില്ല ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത്. അപ്പൊ എന്താണ് ഈ ബിസിനസ് മേഖല, എനിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം നേടിയെടുക്കാൻ സാധിക്കുക, അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് പറയുന്നതിന് മുന്നേ ഫിജിക്കാർട്ട് എങ്ങനെയാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത്, അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഈ ഒരു ബിസിനസ്സിനെ വലിയൊരു അവസരമായി കാണണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു പാലക്കാട് സ്വദേശിയാണ്. സാധാരണ ഒരു വീട്ടിലെ, അതായത് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. വലിയ വിദ്യാഭ്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫാമിലിയിലില്ല. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ചു. ഞാനൊരു അധ്യാപികയാണ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് കോവിഡിന്റെ സമയത്ത് വേറെ ഒരു ഗതിയും ഇല്ലാതെ, ജോലിയില്ലാതെ, വരുമാനമില്ലാതെ ഇരിക്കുന്ന സമയത്ത്, ജോലി ഉണ്ടായിരുന്നു പക്ഷെ വരുമാനമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് കേൾക്കുന്നത്. എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഇരിക്കുന്ന പല ആളുകളുടെയും ഒരു മൈൻഡ് സെറ്റ് പോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം നോ എന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു അവസരം ആവശ്യമില്ല എന്ന് പറഞ്ഞു. മറ്റു പല മേഖലകൾ ട്രൈ ചെയ്തു, അതിലെല്ലാം പരാജയപ്പെട്ട് വീണ്ടും ഫിജിക്കാർട്ടിനെ ഒന്നുകൂടി കേൾക്കാൻ തയ്യാറാവുകയും ഈ ഒരു അവസരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 25 ലക്ഷത്തിന്റെ അടുത്ത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിൽ നിന്ന് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 18 ലക്ഷം രൂപയുടെ കടക്കാരിയായിരുന്നു. ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് പെട്ട് നിൽക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നതും ജോലി ഉണ്ടായിട്ടും സാലറി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നതും. അതാണ് എനിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ പോരാ, അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം വേണം എന്ന് എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു സാധനമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ളൊരു ഊർജ്ജമാണ് ശരിക്കും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ചെയ്തതും. ഈ ഒരു അവസരം വിജയിക്കുകയോ അല്ലെങ്കിൽ തോൽക്കുകയോ ചെയ്യോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത്. കാരണം എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്ത് മുൻ പരിചയമുള്ള ആളുകളില്ല. എല്ലാവരും ജോലിക്കാരാണ് അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള, എൻ്റെ ഫാമിലിയിൽ ആരും ജോലിക്ക് പോയ ലേഡീസ് ഇല്ല. അപ്പൊ നമുക്ക് മുൻ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്പീരിയൻസ് പറഞ്ഞു തരാനോ ഒന്നും ആരും ഇല്ലാത്തൊരു സമയത്ത് സ്വന്തമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുത്തൊരു തീരുമാനം കൂടിയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ പേരിലെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഫിജിക്കാർട്ട്. അതുവരെ ഒരു 2 വീലറോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു പെൻസിൽ പോലും എൻ്റെ പേരിൽ വാങ്ങുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ പേരിൽ ആദ്യമായി ഞാൻ തുടങ്ങിയ ഒരു ഡിജിറ്റൽ സംരംഭമാണ്
ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ മലയാളികൾക്ക് ആർക്കും അറിയാത്ത ഒരാളല്ല ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി. ഏകദേശം 160 കൊല്ലമായിട്ട് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രഡീഷണൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കടകളായിട്ടും NBFC ബ്രാഞ്ചസ് ആയിട്ടും ചിട്ടികളൊക്കെ ആയിട്ട് നടത്തി പോകുന്ന അതേ മാനേജ്മെന്റ് ആണ് ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരവും നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനിലേക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഹോസ്റ്റ് ഒന്ന് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്നൊന്ന് പറയാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് മാഡം. താങ്ക് യു സാർ. അപ്പോൾ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ള ഈ ഒരു ബിസിനസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വലിയ ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇന്ന് നമുക്കറിയാം ടെക്നോളജി വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു ദിവസമോ ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ദിവസമോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഇന്ന് നമുക്കറിയാം എല്ലാ മേഖലകളും ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരേ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരേ സർവീസ് ഫിസിക്കലായിട്ടും കിട്ടും, അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുടെ ഏറ്റവും വലിയ അവസരവും ഒളിഞ്ഞു കിടക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഒന്നാണ്, കാലഘട്ടം വളരെ ഫാസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നോളജി ചേഞ്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ അറിയാം. നമ്മുടെ നാട്ടിലെ പണ്ട് ഒരു തപാൽ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ലാൻഡ് ഫോണിലേക്ക് വരുന്നു. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ലാൻഡ് ഫോൺ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ ബൂത്ത് എന്നതിൽ നിന്ന് മാറി ഇന്ന് ഒരു വീട്ടിലെ ആളുകളെക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറി. കോവിഡിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ കടകളിൽ പോയി വാങ്ങുന്ന സിസ്റ്റം മാറിക്കൊണ്ട് ഇന്ന് ഷോപ്പുകളിൽ നിന്ന് പോവാതെ വീടുകളിൽ തന്നെ നിന്ന് ഡിജിറ്റൽ ആയിട്ട് ഷോപ്പ് ചെയ്ത് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. ഈ ഒരു അവസരത്തിലാണ് പ്രൊഫസർ ലിയോൺസി മെഗിൻസന്റെ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളത്. അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളുകളല്ല ഇന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ആളുകൾ ആരാണോ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നത് അവർക്ക് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രൊഫസർ ലിയോൺസി മെഗിൻസൺ പണ്ട് പറഞ്ഞാണ്. അതായത് എന്നും മാറ്റങ്ങളാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ ആരാണോ ആ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നത് അവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ടെക്നോളജി ചേഞ്ച് തന്നെയാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന 4 മേഖലകളെ സമ്മാനിച്ചിട്ടുള്ളത്. ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ കമ്പനിയാണ് ഫിജികാർട്ട്.com എന്ന് പറയുന്നത്. ഈ ഫിജികാർട്ട്.comൽ തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന 4 മേഖലകളെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ആ മേഖലകൾ എന്ന് നോക്കാം. ഇ-കൊമേഴ്സ്. ഇന്ന് നമുക്കറിയാം ക്യൂ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ക്യൂ നിന്ന് ബില്ല് അടയ്ക്കുന്ന രീതി മാറി നമ്മൾ ചുരണ്ടിയിട്ട് റീചാർജ് ചെയ്യുന്ന രീതിയൊക്കെ മാറി ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ, അതായത് ഒരു ഫ്ലിപ്കാർട്ടോ ആമസോണോ അതുപോലെ തന്നെ യൂബർ, പേപാൽ, അതുപോലെ പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു റീചാർജ് ചെയ്യാനും ബില്ല് അടയ്ക്കാനും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ഇ-കൊമേഴ്സ് നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇ-കൊമേഴ്സിന്റെ വളർച്ച തന്നെയാണ് ഫിജികാർട്ട് പോലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള
കമ്പനികൾക്കൊക്കെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ്, ഇടനിലക്കാരില്ലാത്ത കച്ചവട രീതിയായിരിക്കും ഇനി നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. കാരണം ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രൊമോഷണൽ രീതികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്ക് കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ചെലവുകൾ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ചെറിയ ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിൽ ജനങ്ങളിലേക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രണ്ടും ചുക്കാൻ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വരുമാന മാർഗമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ജനങ്ങളെ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതികൾ. ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ OLX പോലെ അല്ലെങ്കിൽ അതുപോലെ മാട്രിമോണി സൈറ്റുകൾ പോലെ നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ രീതി നോക്കുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് പോലെ ഒരുപാട് ആളുകൾ റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഡോക്ടർമാര്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ്, ഇവരെല്ലാം റെഫറൽ മാർക്കറ്റിംഗിലൂടെ വലിയ തോതിൽ സാലറിക്ക് പുറമെ കമ്മീഷൻ എന്നുള്ള ലെവലിലേക്ക് വരുമാനം വാങ്ങുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ റെഫറൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ മറ്റു മേഖലകളെ പോലെ റിസ്ക് ഇല്ലാത്ത ഒരു മേഖലയാണ് റെഫറൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കോവിഡിന് ശേഷം എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പോഷകങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഡീഷണൽ സപ്ലിമെന്റ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അഡീഷണൽ സപ്ലിമെന്റുകളും അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സുകളും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. ഈ ഒരു 4 മേഖല ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്കാർട്ട്. എന്തുകൊണ്ടാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ട് ഇറക്കിയിട്ടുള്ളത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരു 2009 മുതൽ 2026 കാലഘട്ടം വരെ ഈ ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വരുമാനമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വിജയിക്കും എന്ന് കാണിച്ചു തന്നിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, യൂബർ, ഓല, ഫ്ലിപ്കാർട്ട് ഒക്കെ. സ്വന്തമായിട്ട് ഒരു സ്റ്റോറോ സ്വന്തമായിട്ട് ഒരു വാഹനമോ ഒന്നും ഇല്ലാത്ത അപ്ലിക്കേഷൻസ് ആണ് ഫേസ്ബുക്കും ഫ്ലിപ്കാർട്ടും ഓലയും ഒക്കെ. എന്നാൽ ഇവര് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വരുമാനം ഏകദേശം 2009 കാലഘട്ടത്തിൽ 390 കോടിയുടെ ഡോളറിന്റെ ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇത് എടുത്തു പറയാൻ കാരണം ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ബ്രോഡ്ബാൻഡ് കണക്ഷനോ അത്ര വിപുലമല്ലാത്തൊരു കാലഘട്ടത്തിൽ പോലും 390 കോടിയുടെ ഡോളർ വരുമാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2016 ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളായി, ഇന്റർനെറ്റുകളായി. ഈ ഒരു ടൈമിൽ ഏകദേശം 3800 കോടിയുടെ ഡോളറിന്റെ കച്ചവടമാണ് നടന്നത്. അപ്പൊ ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 2026 ആകുമ്പോഴേക്കും, അതായത് ഇക്കൊല്ലം അവസാനത്തോട് കൂടിയിട്ട് ഒരു 20,000 കോടി ഡോളറിന്റെ വരുമാനമാണ് നമ്മൾ ഈ കൊല്ലം പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 8-10 കൊല്ലത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിന്ന് 10 ഇരട്ടി വളർച്ചയിലേക്കാണ് ഇന്ന് ഇ-കൊമേഴ്സ് മേഖല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് ആയിട്ട് ബോബി ചെമ്മണ്ണൂർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്നൊരു മേഖല തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരാൻ പോകുന്ന ഒരു മേഖല കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ജനസംഖ്യ ആയാലും അല്ലെങ്കിൽ ഡെവലപ്മെന്റിലായാലും ഇവിടെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുടെ ചാർട്ട് കാണാം. എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ ചാർട്ട് നമുക്ക് നൽകുന്നത്. USA വെറും 33 കോടി ജനങ്ങളാണുള്ളത്. പക്ഷെ അവരുണ്ടാക്കുന്ന വരുമാനം നമുക്ക് ഇവിടെ കാണാം 3,37,000 കോടിയാണ്. 33 കോടി ജനങ്ങൾ മാത്രമുള്ളവിടെ 3 ലക്ഷം കോടിയാണ് അവർക്ക് വരുമാനമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ചെറിയ രാജ്യങ്ങളുടെ ജനസംഖ്യ നോക്കാം. കൊറിയ, ജർമ്മനി, ഫ്രാൻസ്, മലേഷ്യ 5ഉം 6ഉം 3ഉം കോടി ജനസംഖ്യ മാത്രമുള്ളവിടെ 1,54,000 കോടി രൂപയാണ് കൊറിയ ഉണ്ടാക്കുന്നതെങ്കിൽ 3 കോടി മാത്രം ജനസംഖ്യയുള്ള, അതായത് കേരളത്തിന്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത മലേഷ്യയില് 30,000 കോടിയുടെ ബിസിനസ് ആണ്
ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഉണ്ടാവുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് 19,000 കോടിയുടെ ടേൺ ഓവർ ആണ് നമുക്കിവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കുക. ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടില് ഈ ടെക്നോളജിയും ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ചിട്ടുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതും ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്നാണ് പറയുന്നത്. ഏകദേശം 64,500 കോടിയുടെ ടേൺ ഓവർ ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഇക്കൊല്ലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് വലിയൊരു പൊട്ടൻഷ്യലാണ്. ഇത്രയും കോടി ആളുകളിലേക്ക് ഈ ഒരു വരുമാനം ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ എത്തിക്കാൻ സാധിക്കും. ഇന്ന് നിലവിൽ ഈ ഒരു മേഖലയിൽ 58 ലക്ഷം ആളുകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു 145 കോടി ജനസംഖ്യയിൽ നിന്ന് വെറും 58 ലക്ഷം ആളുകൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ജനസാഗരം തന്നെ ഈ ഒരു മേഖലയിൽ വരാനിരിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ 53% സ്ത്രീകളായിരിക്കും എന്നാണ് എക്കണോമിക്സുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വേറെ നമുക്ക് പറയാനുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നൊരു സിലബസ് അല്ലെങ്കിൽ പാഠ്യവിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് തന്നെയാണ്. കാരണം ഈ ഒരു മേഖല വളരെ കൃത്യമായി പഠിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഒരു ജോലി എന്നുള്ളതിലുപരിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം മറ്റൊരാൾ നിശ്ചയിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ വരുമാനവും നമ്മൾ എന്തിനൊക്കെ ചെലവാക്കണം എന്നുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് പല ബിസിനസ് സ്കൂളുകൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതൊരു പാഠ്യവിഷയമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പാഠ്യവിഷയമായി പഠിപ്പിക്കുന്നുണ്ട്. 2018 വരെ ഒരു കൃത്യമായ ഒരു ലീഗാലിറ്റി ഇല്ലാതെയാണ് ഈ ഒരു മേഖലകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 2018 ശേഷം ഡയറക്ട് സെല്ലിംഗ് മേഖലകൾ കൃത്യമായി കേരള സർക്കാർ പോലെ ഇന്ത്യൻ സർക്കാരെല്ലാം മോണിറ്റർ ചെയ്യുകയും അതിനൊരു അതോറിറ്റി നിശ്ചയിച്ച് അത് പ്രകാരം ഗൈഡ് ലൈൻസോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ്. ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത് GST, പാൻ കാർഡ് എല്ലാം വാങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് 2021 കൂടിയിട്ട് പുതിയ ഗൈഡ് ലൈൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഫിജിക്കാർട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഓരോ സംസ്ഥാനത്തും രാജ്യത്തൊട്ടാകെയും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് 2 ടയർ സിസ്റ്റത്തിലാണ് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിലും ഉള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫിജിക്കാർട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2018 ബോബി ചെമ്മണ്ണൂരാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ടല്ല ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമേ ഒരു 100 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്തു പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല ബോച്ചെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ ഏകദേശം 17 തരം ബിസിനസ്സുകളിലെ ഒരു ബിസിനസ്സാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലായിട്ട് നമുക്കൊരു ജ്വല്ലറി മേഖലയാണ് അറിയാമെങ്കിൽ ഇന്ന് ഏകദേശം മാംഗ്ലൂർ അടക്കം 57 ജ്വല്ലറി ഔട്ട്ലെറ്റ് ആണ് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ബോച്ചെ ഗോൾഡ് ലോൺസ്, ബോച്ചെ ഓക്സിജൻ റിസോർട്ട്സ്, അതേപോലെ ബോച്ചെ അപ്ലയൻസസ്, ബോച്ചെ ഷേക്സ്പിയേഴ്സ് ആൻഡ് കിച്ചൺസ്, ബോച്ചെ ടോഡി പബ്, ബോച്ചെ ടീ, ബോച്ചെ 1000 ഏക്കേഴ്സ്, ബോച്ചെ ഫുഡ് എക്സ്പ്രസ്, അതുപോലെ മറ്റ് അനവധി ബിസിനസ് സംരംഭങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് നമ്മുടെ കമ്പനിയുടെ വിഷനാണ്. സാധാരണ എല്ലാ കമ്പനികൾക്കും അവരുടെ ലാഭമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മിഷനുമുണ്ട്. സാധാരണ ജനങ്ങൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുകയും അവർക്ക് അതിനനുസരിച്ചിട്ട് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുകയും അതിനോടൊപ്പം ഈ ടെക്നോളജി ഉപയോഗിച്ച് റീറ്റെയിലിംഗ് രംഗത്ത് മുൻനിരയിൽ എത്തുക, അതിനോടൊപ്പം സാധാരണ ജനങ്ങളിലേക്ക് ഒരു വരുമാനം കൂടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ കാണുന്നത്. സ്വന്തമായിട്ടൊരു കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തമിഴ്നാട് ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, റീജിയണൽ ഓഫീസുകൾ,
തിരുപ്പൂർ ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ 24 അവേഴ്സിൻ്റെ ഉള്ളിൽ സാധനങ്ങളും സേവനങ്ങളും വീട്ടിലെത്തിക്കാവുന്ന സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെഹിക്കിൾസ്, അതിനോടൊപ്പം തന്നെ സ്റ്റോറുകൾ, മറ്റൊരു ഓൺലൈൻ ഇ കൊമേഴ്സ് കമ്പനികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഫിജികാർട്ട് ഇ കൊമേഴ്സ് കമ്പനിക്കുള്ളത്. അതായത് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ മാത്രമല്ല, ഓരോ ജില്ലയിലും ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയുന്ന കണ്ടും തൊട്ടും അറിഞ്ഞും പർച്ചേസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഷോപ്പുകളും ഉണ്ട്. ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഓൺ പ്രൊഡക്ഷൻസിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ആപ്ലിക്കേഷൻസിലൂടെ ഉള്ളത്. ഉപ്പ് മുതൽ കൽപ്പൂരം വരെ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഐറ്റംസ് മുതൽ നമ്മുടെ സോപ്പ്, ചീർപ്പ് എന്ന് പറയുന്ന പോലെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ആര്യസുക്ത എന്ന് പറയുന്ന ബ്രാൻഡിലും, നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രോസറി പ്രൊഡക്ട്സ് ഫിജി ഗ്രീൻ എന്ന് പറയുന്ന ബ്രാൻഡിലും, ലെതർ ഐറ്റംസ് ഡേ എന്ന് പറയുന്ന ബ്രാൻഡിലും, മസാല ഐറ്റംസ് ബോബീസ് എന്ന് പറയുന്ന ബ്രാൻഡിലും, കോസ്മെറ്റിക് ഐറ്റംസ് വി റോയൽ എന്ന് പറയുന്ന ബ്രാൻഡിലും, ടിവോണ എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് പെയിന്റുകൾ, ലേവയർ എന്ന് പറയുന്ന കിച്ചൺ അപ്ലയൻസസ്, കുട്ടികളുടെ പ്രൊഡക്ട്സ് ബേബി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടും, ലോങ് റണ്ണിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മെറ്റീരിയൽസ് സ്വസ്ത്യ സ്ലീവ് ലൈറ്റ് എന്ന പേരിലും, ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്വസ്ത്യ എന്ന പേരിലും, urban soil എന്ന് പറഞ്ഞ കോസ്മെറ്റിക് പ്രോഡക്ട്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. വെൽനെസ്സും കോസ്മെറ്റിക്സും ടെക്സ്റ്റൈൽസും എല്ലാം ഉൾപ്പെടുത്തി ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേൾക്കുന്ന ആളുകൾ അറിയാം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ എങ്ങനെയാണ് നമ്മൾ വരേണ്ടത്, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാലുള്ള ലാഭം. ഒരു KYC ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലുള്ള എന്താണ് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പ്രൊമോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഈ കമ്പനിയും കമ്പനിയുടെ പ്രൊഡക്റ്റുകളെയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട ദൗത്യം. ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഓൺലൈൻ ആയിട്ടും ചെയ്യാം, ഫിസിക്കൽ ആയിട്ടും ചെയ്യാം. നമുക്ക് പരിചയമുള്ള വ്യക്തികളിലേക്ക് ഈ ഒരു ബിസിനസ് അവസരവും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളും നേരിട്ട് അറിയിച്ചു കൊടുക്കുന്ന രീതിയാണ് ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ഡിജിറ്റൽ മീറ്റിംഗുകളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയാസിലൂടെയും എത്തിക്കുന്ന മാർഗത്തിനെയാണ് ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 2 രീതിയും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ലാഭം? നമുക്ക് അതിനു മുന്നേ, ഈ ലാഭത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് വ്യത്യാസമാണ് കിട്ടുന്നത് നോക്കാം. ട്രഡീഷണൽ മാർക്കറ്റ്, സാധാരണ നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് മറ്റൊരു ബ്രാൻഡിൽ നമ്മുടെ കമ്പനിയിൽ വിൽക്കപ്പെടുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ അവർ മാർക്കറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പാദിപ്പിക്കുന്ന ആള് ഏകദേശം ഒരു 5 or 6 ഇടനിലക്കാരിലൂടെയാണ് ഒരു കടയിൽ, നമ്മുടെ തൊട്ടടുത്ത കടയിലൊക്കെ എത്തുന്നത്. ഈ ഒരു ഇന്റർമീഡിയേറ്ററീസിന്റെ ലാഭം, അതായത് ഈ ഇടനിലക്കാരുടെ ലാഭം, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, റീറ്റെയിലറിന്റെ ലാഭം, ഈ 3 ലാഭവും ഒരു കസ്റ്റമർ കൊടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് ഒരു 60 മുതൽ 80%, ഒരു 30 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിലൊരു 60 മുതൽ 80% ലാഭം കൂട്ടിയിട്ടാണ് ഒരു കസ്റ്റമർ ഈ സാധനം വാങ്ങിക്കുന്നത്. എന്നാൽ ഇതേ സാധനം ചിലപ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ടിൽ കിട്ടാൻ സാധിക്കുന്നത് വെച്ചാൽ, ഒരു 6ഓളം ഇടനിലക്കാർക്ക് പകരം അവിടെ ഉള്ളത് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആയിരിക്കും. ഒരു OLX-ഓ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടോ ഒരു ആമസോണോ ഒരു മിന്ത്രയോ ഒക്കെ ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റിലൂടെ കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പൊ അവിടെ ഒരു ഡിസ്കൗണ്ട്, ഇത്രയും ഇടനിലക്കാർക്ക് കൊടുക്കുന്ന വരുമാനം കുറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ടിൽ കസ്റ്റമർക്ക് കിട്ടും. അപ്പൊ കസ്റ്റമർ വിചാരിക്കുന്നത് സാധാരണഗതിയിൽ കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു 20-30% ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ലാഭം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ലാഭം എന്ന് വിചാരിക്കുന്നു. അതേസമയം ഇവിടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വലിയ ഒരു കമ്മീഷനാണ് ഈ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത്, ഫിജികാർട്ട് ഇ കൊമേഴ്സ് പോലെയുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത്, മാനുഫാക്ചറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് മാർക്കറ്റ് വിലയിലേക്ക് കമ്പനി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു കമ്പനിയുടെ സൈറ്റിലൂടെ. ഇവിടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഇല്ല, ഇടനിലക്കാരില്ല, ഒന്നും തന്നെയില്ല. കസ്റ്റമർ തന്നെയാണ് അടുത്തൊരു കസ്റ്റമറിലേക്ക് റെഫർ ചെയ്യുന്നത്. ഇവിടെ കസ്റ്റമർ ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പാർട്ട്ണർ സ്റ്റോർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 48% കമ്പനി ഇവിടെ റെഫർ ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് നൽകുന്നത്.
ഇനി ഇത് എങ്ങനെയാണ് കമ്പനി നൽകുന്നത്, സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് നൽകുന്നത്? ഈ ഒരു ലാഭവിഹിതം കിട്ടാൻ നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ രജിസ്റ്റർ ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ സാധിക്കും. നമുക്കൊരു 7 തരത്തിലുള്ള വരുമാനമാണ് ഫിജികാർട്ട് ഓഫർ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഒരു സാധാരണ റീറ്റെയിൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു പലചരക്ക് കട നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കട നടത്തുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സ്റ്റോറിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കസ്റ്റമേഴ്സും ഇവിടെ കമ്പനിയുടെ പാർട്ട്ണർ സ്റ്റോറുകളായിട്ട് മാറുന്നു. അതിലൂടെ ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും മറിച്ച് വിൽക്കാനുള്ള പെർമിഷനും റെഫർ ചെയ്ത് വിൽക്കാനുള്ള പെർമിഷനും കൂടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മൾ മറിച്ച് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു ഡിസ്കൗണ്ടിലായിരിക്കും കമ്പനി പ്രൊഡക്റ്റ് നൽകുന്നുണ്ടാവുക. നമുക്ക് അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസിൽ നമുക്ക് മറിച്ച് വിറ്റ് ഒരു ലാഭം നമുക്ക് റീറ്റെയിലിംഗിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ചെറിയൊരു വരുമാനമല്ല, വലിയൊരു വരുമാനത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ടീം ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷൻ വർക്ക് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനും എൻ്റെ ഒരു റിലേറ്റീവിനും എനിക്ക് കിട്ടിയ ഇതേ ഷോപ്പുകൾ ഞാൻ അവർക്ക് റെഫർ ചെയ്തിരുന്നു. അതിലൂടെ വരുന്ന കമ്മീഷനും നമുക്ക് വരുമാനമാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു പല ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെയാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തതെങ്കിൽ ഈ 2 സ്റ്റോറിൽ നടക്കുന്ന കച്ചവടവും പെയർ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്തിന്റെ ഷോപ്പിൽ 1 പോയിന്റിന്റെ കച്ചവടം നടക്കുന്നു, നിങ്ങളുടെ ബന്ധുവിന്റെ ഷോപ്പിൽ 1 പോയിന്റിന്റെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഇത് മാച്ച് ചെയ്തുകൊണ്ട് 20 രൂപ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നു. 100 പോയിന്റിന്റെ കച്ചവടമാണ് 2 സ്റ്റോറിലും ഒരു ദിവസം നടക്കുന്നെങ്കിൽ 2000 രൂപയാണ് ഒരു ദിവസം നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നത്. കച്ചവടമാണ് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഒരു സുഹൃത്ത് 500 പോയിന്റിന്റെ കച്ചവടം അല്ലെങ്കിൽ ഒരു ബന്ധു 1000 പോയിന്റിന്റെ കച്ചവടമാണ് ഇന്നേ ദിവസം നടത്തിയതെങ്കിൽ 500 മാച്ച് ചെയ്തുകൊണ്ട് 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ ഒരു ബന്ധു 1000 പോയിന്റുകളല്ലേ കച്ചവടം ചെയ്തത്, അപ്പൊ ബാക്കിയുള്ള 500 പോയിന്റ് എവിടെ? അത് കമ്പനിയുടെ ലാഭത്തിലേക്ക് കൂട്ടിയോ? ഇല്ല, ഈ 500 പോയിന്റ് അടുത്ത ദിവസങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. അത് ദിവസങ്ങളല്ല, മാസങ്ങളല്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് എന്നാണോ നമുക്ക് തൊട്ടടുത്ത ഷോപ്പിൽ സെയിൽസ് നടക്കുന്നത് അത് മാച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറുന്നു. പിന്നീട് 1500 പോയിന്റിന്റെ കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ 30,000 രൂപയാണ് നമുക്ക് ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത്. ഇതിവിടെ ഡെയിലി സീലിംഗ് കമ്മീഷൻ ആണ്. അതായത് മാക്സിമം ഈ ഒരു കമ്പനിയിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഏറ്റവും താഴെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ദിവസം കമ്പനി കൊടുക്കുന്നത് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു വരുമാനം നേടിയെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ആവുന്ന സമയമായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഒരു ബിസിനസ് റെഫർ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഫർ ചെയ്തു കൊടുക്കുന്ന പാർട്ട്ണർ സ്റ്റോറിൽ പിന്നീട് എപ്പോൾ ബിസിനസ് നടന്നാലും ഏത് കാലത്ത് ബിസിനസ് നടന്നാലും അതിന്റെ 20 മുതൽ 50% നമുക്ക് മാസം തോറും ഒരു മന്ത്ലി ബോണസ് ആയിട്ട് കമ്പനി നമുക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. അതിനോടൊപ്പം മറ്റൊരു കമ്പനിയിലും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത ഒരു യുണീക്ക് ഫീച്ചർ ആണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് നമ്മുടെ ഫാമിലിക്കാണ്, ടോട്ടൽ ഫാമിലിക്ക്, ഞാൻ എന്നൊരു വ്യക്തിക്കല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു വ്യക്തിക്കല്ല, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് എത്തുന്നത് മുതൽ കമ്പനിയിലെ പെർഫോമൻസ് ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. മാസം തോറും നമുക്ക് ഒരു വരുമാനം. അതിന് നമ്മളൊരു കുഞ്ഞു ക്രൈറ്റീരിയ കമ്പനി വെച്ചിട്ടുണ്ട്. സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത്
നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ടോട്ടൽ ഒരു 300 പോയിന്റ്സ്, അതായത് ഏകദേശം ഒരു 6000 രൂപയുടെ വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരു 10,000-15,000 രൂപയുടെ അടുത്ത് ഒരു വരുമാനം കൂടി ആവുന്നു. അതായത് മിനിമം എങ്ങനെ പോയാലും സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ ഈ ഒരു കുഞ്ഞു ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 16,000-ൽ കൂടുതൽ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഈ ഒരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് വന്നത്. ചെയ്യുന്ന ഒരു ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു വരുമാനം, അതായത് എനിക്ക് അന്ന് കിട്ടിയിരുന്ന ഒരു 15 ആയിരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു 16,000 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ 30,000 രൂപയിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തത്. അതിനോടൊപ്പം നമുക്ക് അടുത്ത ഒരു വരുമാനം കൂടിയുണ്ട്. മറ്റുള്ള കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊല്ലത്തിൽ നടക്കുന്ന കച്ചവടത്തിന്റെ വരുമാനം ഫിജികാർട്ട് എന്ന് പറയുന്ന കമ്പനി നമുക്ക് നൽകുന്നു. ഇത് നമ്മുടെ ടീമിൽ മാത്രം നടക്കുന്ന കച്ചവടത്തിന്റെ അല്ല പറയുന്നത്, ഓൾ ഓവർ ഇന്ത്യയിൽ ആരൊക്കെ ഫിജികാർട്ട് ചെയ്യുന്നുണ്ടോ ഈ ടോട്ടൽ ഫിജികാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നടക്കുന്ന സെയിൽസിന്റെ 0.5 to 1.5% ആണ് കമ്പനി ഒരു കൊല്ലത്തെ വരുമാനം ഈക്വൽ ആയിട്ട് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിന് മീതെയുള്ള ആളുകൾക്ക് വരുമാനമായിട്ട് നൽകുന്നത്. ഇനി ഇതിന് പുറമെ എല്ലാം കമ്പനി അവാർഡ്സും റിവാർഡ്സും നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കേട്ട വരുമാനങ്ങൾക്ക് അതീതമായിട്ട് ഓരോ പർട്ടിക്കുലർ റാങ്കിനും കമ്പനി പ്രത്യേകം അവാർഡുകൾ നൽകുന്നുണ്ട്. ഇന്ന് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനി അഡീഷണൽ ആയിട്ട് 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു ഫണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ കാർ ഫണ്ട്, കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ ആവുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി നൽകുന്നുണ്ട്. ഇത് നൽകിയിട്ടുള്ള ഒരുപാട് അല്ലെങ്കിൽ വാങ്ങിയെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം 400-ൽ കൂടുതൽ ആളുകൾ 50,000-ന്റെ റൈഡർ ഫണ്ടും ഏകദേശം ഒരു 200-ന്റെ അടുത്തോളം ആളുകൾ കാർ ഫണ്ടും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് എത്തുന്ന സമയത്ത് 2 പേർക്ക് ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള 9 രാജ്യങ്ങൾ 12 ദിവസം കറങ്ങാൻ സാധിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നു. ഇതിനു പുറമെ പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട് കമ്പനി നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് എത്തുന്ന സമയത്ത് നൽകുന്നുണ്ട്. ചിലപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും ദഹിക്കും. ഒരു 50 ലക്ഷത്തിന്റെ കാർ ഫണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് സാധാരണപ്പെട്ട നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് വിശ്വസിക്കാൻ. പക്ഷേ ഇതെല്ലാം വാങ്ങിയെടുത്തിട്ടുള്ള ഏകദേശം 12ഓളം ആളുകൾ ഇന്ന് ഫിജികാർട്ട് എന്ന് പറയുന്ന കമ്പനിയിലുണ്ട് എന്നുള്ളതാണ്. അതിനു പുറമെ 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട് കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നേടിയെടുക്കാൻ നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യണോ, ഒരുപാട് കാലം പണിയെടുക്കണോ, ഒരുപാട് ആളുകളോട് ഈ ഒരു ബിസിനസ് അവസരം പറയണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് ഈ പറയുന്ന കഴിവുകളൊന്നും ഇല്ല, സംസാരിക്കാൻ അറിയില്ല, ആളുകളെ പരിചയമില്ല, സെയിൽസ് എടുത്ത് മുൻ ധാരണയില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരു വ്യക്തിയായിരിക്കും ഞാൻ, ചിലപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കാലങ്ങളൊന്നും ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം നമുക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ കാലഘട്ടം, ഒരു 30-40 കൊല്ലം നമ്മൾ ജോലിക്ക് പോയി തളർന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 4-5 കൊല്ലം പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസിന്റെ പ്രൊമോഷൻ വർക്കും സെയിൽസ് വർക്കും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വരുമാനങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ സാധിക്കും. നമ്മളിവിടെ തുടങ്ങുന്നത് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരു 25, 50, 100 അങ്ങനെ പല ക്രൈറ്റീരിയകളുള്ള പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകൾ നമ്മൾ ഒരൊറ്റ തവണ പർച്ചേസ് ചെയ്തുകൊണ്ട് സ്റ്റോർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കമ്പനിയുടെ അഫിലിയേറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ വർക്കും നമ്മുടെ പ്രൊമോഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ പോസ്റ്റുകൾ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന രീതിയിൽ പ്രൊമോട്ട് ആവും. കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമ്പനിയിൽ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ബോണസ് ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റാണ് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 40,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കൊരു മാസം ഒരു 10,000 രൂപയ്ക്ക് കൂടുതൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മിനിമം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നിൽക്കുന്നത് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന പോസ്റ്റാണ്. ഏകദേശം ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനിയുടെ 10ാമത്തെ പോസ്റ്റാണ് സോണൽ സെയിൽസ് 9ാമത്തെ പോസ്റ്റാണ് സോണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു പാർട്ട് ടൈം ആയിട്ടും 1.5 കൊല്ലവും ബാക്കി ഒരു 3 കൊല്ലം
ഫുൾ ടൈം ആയിട്ടും ചെയ്ത സമയത്ത് ഏകദേശം ഒരു 5 കൊല്ലത്തിന് അടുപ്പിച്ച് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് ഇന്ന് ഒരു 10-25 ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എൻ്റെ വീടിന്റെ കടം തീർക്കാൻ സാധിച്ചു. സ്വന്തമായിട്ട് ഒരു 2 വീലർ വാങ്ങിയെടുക്കാൻ സാധിച്ചു. സ്വന്തമായിട്ട് ഒരു 4 വീലർ വാങ്ങിയെടുക്കാൻ സാധിച്ചു. അതിന് EMI ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത 4 വീലറിന്റെ EMI ക്ലോസ് ചെയ്തു. അപ്പൊ ഇതെല്ലാം സാധിച്ചത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെയാണ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഫിജിക്കാർട്ട്. അതിനെന്നെ ഇങ്ങനെ പ്രാപ്തിയാക്കിയിട്ടുള്ളത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഫിജിറ്റൽ അക്കാഡമിയുടെ ട്രെയിനിങ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരിയായിരുന്നു. എനിക്കൊരു വരുമാനം എക്സ്ട്രാ വേണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്ത് പ്രവർത്തിക്കണമെന്നോ ആരോട് സംസാരിക്കണമെന്നോ ബിസിനസ് ഒരു മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട് എവിടെ തുടങ്ങണമെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ കാലി ആയിട്ടുള്ള ഒരു പാത്രം കൊണ്ടാണ് ഞാൻ ഫിജിക്കാർട്ടിൽ വന്നത്. ഇന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പൈസ നോക്കാതെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചു തന്നിട്ടുള്ള ഫിജിക്കാർട്ടാണ്. അതിന് കാരണം ഈ ഒരു ബിസിനസ്സിൽ വന്ന ശേഷം മറ്റേതൊരു മേഖലയിലും ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. വേറൊന്നല്ല, ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഫിജിക്കാർട്ട്, മറ്റുള്ള കമ്പനികൾ പോലെയല്ല, ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനി വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട സർവീസുകൾ, ആ വ്യക്തിയെ എങ്ങനെ ബിസിനസ് പഠിപ്പിച്ചെടുക്കണം എന്നുള്ള കൃത്യമായ രീതികൾ നമ്മളെക്കാൾ മുന്നേ സഞ്ചരിച്ച ആളുകൾ, ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനം വാങ്ങിയിട്ടുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് കെയർ, കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ലൊരു ബിസിനസ്സുകാരിയോ ബിസിനസ്സുകാരനോ ആവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വളരെ കെയറോടുകൂടി അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് കൃത്യമായ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം കമ്പനിയുടെ മാനേജ്മെന്റും ലീഡേഴ്സും എത്തിക്കുന്നത്. ഇനി ഇത്രയും വലിയൊരു ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. കാരണം ഇതെനിക്ക് നടക്കുമോ, ഇതെനിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അവസരം വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരോടൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു 4-5 കൊല്ലം മുന്നേ ഇതുപോലെ ചിന്തിച്ച് മാറി നിന്നതാണെങ്കിൽ സാധാരണ ഒരു 8,000-നോ 10,000-നോ അല്ലെങ്കിൽ ഒരു 12,000-നോ 18,000-നോ ഇന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 8:30 ആവുമ്പോഴേക്കും ഉള്ള ബസ്സും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ചാടി കയറി ഒരു കോളേജിൽ ഒരു 5-6 മണിക്കൂർ തൊണ്ട പൊട്ടി ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു അധ്യാപികയാണ് എന്നുള്ള ലെവലിലേക്ക് മാറാൻ സാധിക്കും. പക്ഷേ കാര്യമായിട്ട് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു അധ്യാപികയായിട്ട് മാറും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു അധ്യാപികയായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ടൂർ പോവാനോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാനോ മോന്റെ കൂടെ കളിക്കാനോ ഒന്നിനും സമയമില്ലാത്ത ഒരു അമ്മയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ സാധാരണഗതിയിൽ ഫിജിക്കാർട്ടിന്റെ ബിസിനസ് അവസരം കൊടുക്കുന്ന സമയത്ത് 2-3 ചോദ്യങ്ങളാണ് കൂടുതൽ ആളുകൾ പറയുക. ഒന്ന് സമയമില്ല എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പറയാ. ഒരു 30 കൊല്ലം നമ്മൾ പണിയെടുക്കുന്ന സമയം വേണ്ട ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റില് ഒരു 6 കൊല്ലം പണിയെടുത്ത് ലൈഫ് സെറ്റിൽ ആവാൻ. ഇന്ന് നിങ്ങൾ ഒരു 20-ാമത്തെ വയസ്സിലോ 30-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സിലോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 46-ാമത്തെ വയസ്സിൽ നിങ്ങൾ സെറ്റിലാണ്. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ നിങ്ങൾ 54-ാമത്തെ വയസ്സിൽ സെറ്റിൽ ആവുമെങ്കിൽ 46-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ സാധിക്കും അല്ലെ. ഒരു 20-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ 26-ാമത്തെ വയസ്സിൽ നിങ്ങൾ സെറ്റിലാണ്. ഒരു 5 കോടി രൂപ ടോട്ടൽ ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിൽ നിന്ന് വരുമാനമായിട്ട് നേടിയെടുക്കാൻ സാധിക്കും. 5 കോടി എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ചിലർക്ക് ഇവിടെ പുച്ഛമായിരിക്കും. കോടികൾക്ക് എന്താ ഒരു വിലയില്ലേ എന്ന് ചോദിക്കും. ലോട്ടറി എടുത്ത് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ഇവിടെ എല്ലാവരും പറയാം പണിയെടുക്കാതെ കിട്ടുന്ന പൈസയാണ്. അങ്ങനെയല്ല, ലോട്ടറിയേക്കാൾ ബെറ്റർ ആണ് പണിയെടുത്ത് കിട്ടുന്ന ഈ ഒരു ബിസിനസ് അവസരം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഏജ് ക്വാളിഫിക്കേഷൻ ഇല്ല, ജാതി ഇല്ല, മതമില്ല, എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം കൂടിയാണ്. കാരണം നമുക്കറിയാം ഇന്ന് യുദ്ധത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ. പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലുന്നത് എവിടെയാണ്? വിദേശ രാജ്യത്ത് അല്ലെ. എത്ര കാലം ചെന്നാലും നമ്മൾ ഒരു 50 കൊല്ലം വിദേശത്തിരുന്നാലും നമ്മൾ അവിടെ വിദേശിയാണ്. ഒരിക്കൽ പോലും നമ്മൾ അവിടെ എന്താവുന്നില്ല? സ്വദേശി ആവുന്നില്ല. അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എവിടെ കയറ്റിവിടും? നാട്ടിലേക്ക്
കയറ്റിവിടും അല്ലെ. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ഓടുന്ന ഒരു സ്ഥലമാണ് അവിടെ അല്ലെ. ഇന്നത്തെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ഇവിടെ നമ്മുടെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രൊഡക്റ്റ് ഇവിടെയുള്ള ആളുകൾക്ക് വിറ്റുകൊണ്ട് ഇവിടുന്ന് ഒരു കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയും പോവേണ്ടി വരില്ല എന്നുള്ളതാണ്. ഒരു വിദേശ രാജ്യം തപ്പി പോവണ്ട എന്നുള്ളതാണ് ഫിജി കാർഡിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെ. ഏത് സമയത്താണെങ്കിലും അവിടുന്ന് പേടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യുക എന്ന് ആരെങ്കിലും ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സാധനം ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് ആരും പുറത്താക്കില്ല, ഇവിടെ നിന്നൊരു ടാർഗറ്റ് ഇല്ല, ഇവിടെ ഒരു ബോസ് ഇല്ല, ഇവിടെ ആരും പ്രഷർ ചെയ്യില്ല. നമുക്ക് വേണ്ട വരുമാനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഒരു 50,000 രൂപയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 50,000 ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. 1 ലക്ഷം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 1 ലക്ഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരിക്കാം. വെറും 10,000 2,000 ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വരുമാനവും ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ് അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഇതുപോലെ ഒന്നും അറിയില്ല, പ്രസന്റ് ചെയ്യാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയാത്തൊരു ലെവലിൽ നിന്ന് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇത്രമാത്രം പറയുന്ന ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് അയച്ചു തന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, അവരോട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം ഈ ഒരു അവസരം നമുക്ക് എപ്പോഴും വന്നോളണമെന്ന് നിർബന്ധമല്ല, എന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്ന് നമുക്ക് നിർബന്ധമല്ല അല്ലെ. ദൈവം ഒരിക്കലും കുട്ടിച്ചാക്കില് പൈസയായിട്ട് ഒരു ദൈവവും ഒരാളുടെ അടുത്തും പോയിട്ടുള്ള കഥ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു റിയൽ അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല, കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ദൈവം എപ്പോഴും അവസരങ്ങളായിട്ടാണ് നമ്മുടെ അടുത്ത് വരിക. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന അവസരം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവോ ചിലപ്പോൾ ഒരു സെക്കൻഡ് നമ്മളൊരു ഓട്ടോയിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ കണ്ട ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ടാവുക അല്ലെ. ദൈവം അവസരങ്ങളാണ് എന്നും തരിക. ആ അവസരം ഉപയോഗിച്ച് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിപ്പെടാനും വിജയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. This is Jasira, Zonal Sales Manager of FijiCard.com. Thank you.